നമസ്കാരം. RSS CPM വോട്ട് DLൻ്റെ രണ്ടാം ഭാഗമാണ് ഇത്തവണത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ, അതായത് ഇത്തവണ കോൺഗ്രസ് പല സീറ്റുകളും വിജയിച്ചിട്ടുള്ളത് BJPയുടെ വോട്ട് കൊണ്ടാണെന്നുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന പച്ചക്കള്ളമാണെന്നും അതല്ല സത്യമെന്നുള്ള കാര്യമാണ് ക്രൈം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷായുടെ തന്ത്രമായിരുന്നു, RSSൻ്റെ തീരുമാനമായിരുന്നു ഇത്തവണ കോൺഗ്രസിനെ തോൽപ്പിക്കുക, ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ള തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് ലാവ്ലിൻ കേസ് 28 തവണ മാറ്റിവെച്ചതും സുപ്രീം കോടതി മാറ്റിവെച്ചതും, അതേപോലെ കസ്റ്റംസ് കേസ്, NIA കേസ്, എൻഫോഴ്സ്മെൻറ്റ് കേസ്, CBI കേസെല്ലാം താൽക്കാലികമായി മരവിപ്പിച്ച് വെച്ചത്. ആദ്യം കോൺഗ്രസിനെ തോൽപ്പിക്കുക, അതിനുശേഷം ഭരണത്തിലിരിക്കുന്ന CPMനെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് CPMനെ തകർത്ത് BJP അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് അമിത്ഷാ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഏകദേശം അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ നടന്നില്ലെങ്കിൽ ഏകദേശം 52 മണ്ഡലങ്ങളിലാണ് CPMന് ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്. CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. അതിൽ BJPയുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ചിട്ടുള്ള, വോട്ട് കിട്ടിയില്ലെങ്കിൽ തോൽക്കുമായിരുന്ന 27 സീറ്റുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബാക്കി 23-24 സീറ്റുകളിൽ CPM വിജയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് BJPയുടെ വോട്ട് ഇല്ലെങ്കിലും അവർ വിജയിക്കുമായിരുന്നു. അവർക്ക് മറ്റു പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ 27 സീറ്റുകൾ കേരളത്തിൽ BJPയുടെ വോട്ട് കൊണ്ട് മാത്രം CPMോ അതിൽ LDF മുന്നണിയോ സ്ഥാനാർത്ഥികളോ വിജയിച്ചിരിക്കുന്നു. അതിലേതൊക്കെയാണ് ആ 27 സീറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ യഥാർത്ഥ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 27 സീറ്റുകളിലാണ്, കൃത്യമായി പറഞ്ഞാൽ 27 സീറ്റുകളിലാണ് ഇത്തവണ RSSൻ്റെ അമിത്ഷായുടെ തീരുമാനപ്രകാരം കേരളത്തിൽ RSSൻ്റെ വോട്ട് കൃത്യമായിട്ട് CPMനോ LDFനോ ചെയ്തിട്ടുള്ളത്. അവരുടെ തീരുമാനമായിരുന്നത്. തീരുമാനത്തിൽ കേരളത്തിൽ എവിടെയും തന്നെ എൻ്റെ അറിവും വിവരവും അന്വേഷണ പ്രകാരം RSSും BJPയും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടില്ല, UDFന് വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കാം. എന്നാൽ അതല്ല യഥാർത്ഥ സത്യം. നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ 27 സീറ്റുകളിൽ എവിടെയെല്ലാമാണ് BJP കോൺഗ്രസ്സിന് UDFന് എതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്, CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥികൾ എവിടെയെല്ലാം വിജയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, നമ്മൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് നമ്മൾ എടുക്കുന്നത്. കണ്ണൂരിൽ ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ 1745 വോട്ടിനാണ് ജയിച്ചത്. എന്നാൽ BJP ആകട്ടെ 2948 വോട്ടാണ്. ആവറേജ് ആണ് ഞാൻ പറയുന്നത്. 2948 വോട്ടാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത്. അത് കണക്കൂട്ടിയിരിക്കുന്നത് മനസ്സിലാക്കാം. കഴിഞ്ഞ തവണ 2016 13215 വോട്ടാണ്. KG ബാബു ആയിരുന്നു സ്ഥാനാർത്ഥി. 13215 വോട്ടാണ് BJP കിട്ടിയിരുന്നത്. ഇത്തവണ 11587 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് 1628 വോട്ട് കുറവ്. എല്ലാ സ്ഥലത്തും BJP വോട്ട് വർദ്ധിക്കുമ്പോൾ ഇവിടെ 1628 കുറവ്. അതോടൊപ്പം തന്നെ BJP കിട്ടേണ്ട മാന്യമായിട്ടുള്ള കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ട് ഒരു 10% വോട്ട്, നമ്മൾ കൂടെ പറയുന്നില്ല, മൊത്തം 10,000-15,000 വോട്ടൊക്കെ ഓരോ സ്ഥലത്തും വോട്ട് കൂടുതൽ ഇത്തവണ വർധനവ് ഉണ്ടായിട്ടുണ്ട്, പോളിംഗ് കൂടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ 10% വോട്ട് മാത്രം എല്ലാ സ്ഥലത്തും കൂട്ടിക്കൊടുക്കാം BJPക്ക് അവരുടെ വോട്ടായിട്ട്. അതായത് കഴിഞ്ഞ തവണ 13,215 വോട്ട് കിട്ടിയ 10% കൂട്ടുമ്പം അവർക്ക് 1320 വോട്ടും കൂടി കൂട്ടുമ്പോൾ 2948 വോട്ട് അധികം കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം അത് മൂലം തന്നെ വിജയിച്ചിട്ടുള്ള 1745 വോട്ടിനാണ്. ഒന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. BJPയുടെ സഹായത്താൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ മന്ത്രി, കോൺഗ്രസ് നേതാവ്, കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് BJPയുടെ വോട്ട് കൊണ്ട് മാത്രമാണ്. രണ്ടാമത് നമുക്ക് കുറ്റ്യാടിയിലേക്ക് കടക്കാം. കുറ്റ്യാടിയിൽ കഴിഞ്ഞ തവണ BJP കിട്ടിയിട്ടുള്ള രാംദാസ് മനലേരിയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. 12327 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ
PV മുരളിയാണ് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 9139 വോട്ട്. അതായത് 2016 12327 വോട്ടും 2021 9139 വോട്ടാണ് കിട്ടി. അതായത് 3188 വോട്ടാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നത്. പ്ലസ് അവർക്ക് കൂടുതലായി കിട്ടേണ്ട കഴിഞ്ഞ തവണത്തെ 12232 10% കൂട്ടുമ്പോൾ 1200 വോട്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 4388 വോട്ട് BJPയുടെ വോട്ട് CPMന് കിട്ടിയിരിക്കുന്നു. അതായത് KP കുഞ്ഞാമത് കുട്ടി CPMന്റെ സ്ഥാനാർത്ഥി ഇത്തവണ 333 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. എന്നാൽ 4388 വോട്ടാണ് പാറക്കൽ അബ്ദുള്ള അയ്യുമ്മലിനെതിരെ KP കുഞ്ഞാമത് കുട്ടിക്ക് CPMന് വിജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് എവിടെയെല്ലാമാണോ പരാജയപ്പെടുന്ന ചർച്ചകളിൽ വന്ന സ്ഥലങ്ങൾ അവിടെയാണ് കൃത്യമായിട്ട് RSSും BJPയും വോട്ട് ചെയ്തിട്ടുള്ള. അങ്ങനെയാണ് KP കുഞ്ഞാമത് കുട്ടി CPM സ്ഥാനാർത്ഥി കുറ്റ്യാടിയിൽ നിന്ന് 333 വോട്ടിന് ജയിച്ചിട്ടുള്ളത്. അങ്ങനെ BJPയുടെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ കണ്ണൂരിലും ജയിക്കുമായിരുന്നില്ല, അതേപോലെ കുറ്റ്യാടിയിലും ജയിക്കും. ഇനി അടുത്ത നാദാപുരത്തേക്ക് കിടക്കാം. അവിടെ CP സ്ഥാനാർത്ഥിയാണ്. അവിടെ EK വിജയനാണ്. കഴിഞ്ഞ തവണയും EK വിജയനാണ്, ഇത്തവണ EK വിജയൻ. പ്രവീൺ കുമാറായിരുന്നു UDF കാൻഡിഡേറ്റ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി. BJPക്ക് കഴിഞ്ഞ തവണ 14493 വോട്ട് കിട്ടിയിരുന്നു. ഇത്തവണ അവിടെ കിട്ടിയിരിക്കുന്നത് 10290 വോട്ട്. അതായത് 2016 നിയമസഭാ ഇലക്ഷനിൽ 14493 വോട്ടും ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ 10290 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 4203 വോട്ട് കുറവ്. പ്ലസ് 10% അവർക്ക് കൂടെ കിട്ടേണ്ട ഒരു വോട്ട് കൂട്ടി കഴിയുമ്പോൾ മൊത്തം 5653 വോട്ട് അവർക്ക് കാണാനില്ല. അതായത് ആ വോട്ട് കൃത്യമായിട്ട് CPI സ്ഥാനാർത്ഥി EK വിജയന് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 4036 വോട്ടേ ഉള്ളൂ. നാദാപുരത്ത് നിന്ന് 4036 വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കാരണം 5600 വോട്ട് BJPയുടെ വോട്ട് EK വിജയന് കിട്ടിയതുകൊണ്ടാണ്. അടുത്തത് നമുക്ക് മലപ്പുറം ജില്ലയിലേക്കാണ് കടക്കാം. മറ്റുള്ള കുറേ സ്ഥലങ്ങളിൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ വിജയിക്കേണ്ട ആവശ്യം BJP കൊണ്ട് മാത്രമല്ല, അവർക്ക് അല്ലാതെയും വോട്ട് കിട്ടിയതുകൊണ്ട് CPM വിജയിച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയാം. ഇപ്പോൾ നിലമ്പൂരിലേക്ക് കിടക്കാം. നമ്മളെ PV അൻവറാണ് അവിടെ 2700 വോട്ടിനാണ് ഇത്തവണ വിജയിച്ചുള്ളത്. 2016 BJPക്ക് 12284 വോട്ടിനാണ് വോട്ട് കിട്ടിയിരുന്നത്. ഇത്തവണ അശോക് കുമാർ TKക്ക് കിട്ടിയത് 8595 വോട്ടാണ്. അതായത് 3689 വോട്ടാണ് നിലമ്പൂരിൽ. അവർക്ക് 1/4 ഭാഗം വോട്ട് പോയി. 12000 വോട്ട് ഉണ്ടായിരുന്നത് 3689 വോട്ട് കുറഞ്ഞു. പ്ലസ് അവർക്ക് കൂടെ കിട്ടേണ്ട ഒരു 10% കൂടെ കൂട്ടുമ്പോൾ 1228 വോട്ടും കൂടെ കിട്ടുമ്പോൾ 4917 വോട്ട് അവരെ വോട്ട് PV അൻവറിന് ചെയ്തിട്ടാണ് PV അൻവർ 2700 വോട്ടിനെ ജയിച്ചത്. ഇവിടെ VV പ്രകാശായിരുന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന, കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന VV പ്രകാശാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ഈ സമയത്ത് ഒരു ആദരാഞ്ജലി കൂടി അർപ്പിക്കുകയാണ്. എന്തായാലും അവിടെ വിജയിച്ചിട്ടുള്ളത് PV അൻവറാണ്. അത് BJPയുടെ RSSന്റെ വോട്ട് കൊണ്ടാണ്. അതായത് 4ാമത്തെ സ്ഥലമാണ് ഞാൻ പറയുന്നത്. 5ാമത്തെ സ്ഥലം താനൂരാണ്. താനൂർ പ്രശസ്തമാണ്. നമ്മുടെ ഇന്നലെ മുഖ്യമന്ത്രി പേരെടുത്ത് പറഞ്ഞൊരു സ്ഥലമാണ് താനൂരും തവന്നൂരും. താനൂർ നമ്മൾ ഇപ്പോഴത്തെ മന്ത്രിയാണ് V അബ്ദുറഹിമാനാണ് അവിടുത്തെ മന്ത്രി. അവിടെ PK ഫിറോസ് ആയിരുന്നു എതിരാളി. നമ്മുടെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന PK ഫിറോസ് ആയിരുന്നു. 985 വോട്ടിനാണ് അദ്ദേഹം അബ്ദുറഹിമാൻ രക്ഷപ്പെട്ടത്. അവിടെ വോട്ടിൻ്റെ വ്യത്യാസം നോക്കാം. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം 11051 വോട്ട് 2016 കിട്ടിയപ്പം ഇത്തവണ 10590 വോട്ടായി കുറഞ്ഞു. അതായത് ഒരു വോട്ട് ശതമാനം ഒരു 10% വർധനവ് കൂട്ടുകൂടി കൂട്ടുമ്പോൾ 1561 വോട്ടാണ് അബ്ദുറഹിമാൻ അനുകൂലമായിട്ട് BJP ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇത്തവണ മന്ത്രിയായ V അബ്ദുറഹിമാൻ വിജയിച്ചിട്ടുള്ളത്. അതായത് 985 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതേപോലെയാണ് തവന്നൂർ. നമ്മളെ KT ജലീൽ വളരെ വീമ്പത്തരം ഇളക്കുന്നുണ്ട്. പക്ഷെ അവിടെ BJPയുടെ ഒരു വോട്ട് കൊണ്ട് മാത്രമാണ് അവിടെ തവന്നൂരിൽ അദ്ദേഹം ജയിക്കാൻ കാരണം. 2564 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ഫിറോസ് കുന്നുമുറമ്പലിനെ തോൽപ്പിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ 15801 വോട്ട് BJPക്ക് കിട്ടിയത്. രവി തേലത്തായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ രമേശ് കോട്ടയം
കോട്ടയംപുറത്ത് മത്സരിച്ച 9,914 വോട്ടായി കുറഞ്ഞു. അതായത് 5,887 വോട്ട് അവർക്ക് കുറഞ്ഞു. 1/3 വോട്ട് കുറഞ്ഞു. ആ 1/3 വോട്ട് എന്ന് പറഞ്ഞാൽ 5,887 വോട്ട് പ്ലസ് 1,580 വോട്ട് അവർക്ക് അഡീഷണലായി കിട്ടേണ്ട ഒരു 10% കൂട്ടുമ്പോൾ 1,580 വോട്ട്, അതായത് 1,580 എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000-ഓളം വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത് ആദ്യം വർധനവുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 2016 ഇത്തവണ അത് അതിലൊരു 1,580 വോട്ട് മാത്രമാണ് ഞാൻ BJP മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ കൂട്ടുമ്പോൾ 7,467 വോട്ട് ഇത്തവണ തവന്നൂരിൽ KT ജലീലിന് അനുകൂലമായി BJP പോൾ ചെയ്തിരിക്കുന്നു. 2,564 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അവിടെ 7,500-ഓളം വോട്ടുകൾ BJPയുടെ വോട്ട്, RSSന്റെ വോട്ട് കൃത്യമായിട്ട് KT ജലീലിന് പോയിരിക്കുന്നു. ഇനി അടുത്തത് തൃത്താലയാണ്. തൃത്താല നമുക്ക് പ്രശസ്തമായ സ്ഥലമാവുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ VT ബലറാമിനെയാണ് BJP പിന്നിൽ നിന്ന് കുത്തി തോൽപ്പിച്ചത്. അവിടെ വിജയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സ്പീക്കർ MB രാജേഷാണ്. അതായത് MB രാജേഷും വിജയിച്ചിട്ടുള്ളത് മന്ത്രി ഇപ്പോൾ സ്പീക്കറായി അദ്ദേഹത്തിന് വരാൻ പറ്റിയത് RSSന്റെ സഹായം കൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. VT ബലറാമിനെ തോൽപ്പിച്ച MB രാജേഷ് തോൽപ്പിച്ചുള്ളത് 3,016 വോട്ടിനാണ്. എന്നാൽ കഴിഞ്ഞ തവണ 14,510, അതായത് 2016 കഴിഞ്ഞ 2016 വോട്ടാണ് VT രമ BJP കാൻഡിഡേറ്റിന് കിട്ടിയിരുന്നത്, 14,510. ഇത്തവണ ശങ്കുട്ടി ദാസിന് 12,851 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്, അതായത് 1,659 വോട്ട്. അതായത് അതിനകത്ത് ഒരു വർധനവ് 10% കഴിഞ്ഞ വർഷത്തെ വർധനവും കൂടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3,759 വോട്ട്, 3,759 വോട്ട് മൊത്തം ഇത്തവണ BJP RSS MB രാജേഷ് അനുകൂലമായി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് 3,016 വോട്ടിന് അദ്ദേഹം തൃത്താലയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം നന്ദി പറയേണ്ടത് RSSനോടാണ്. അദ്ദേഹം RSSന്റെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ, RSS പിന്നിൽ നിന്ന് VT ബലറാമിനെ കുത്തിയില്ലായിരുന്നെങ്കിൽ ഇത്തവണ MB രാജേഷ് സ്പീക്കർ ആവുമായിരുന്നില്ല, അദ്ദേഹം MLA ആവുമായിരുന്നില്ല. ഇതേപോലെ ഗുരുവായൂരിലെ ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് അക്ബർ പ്രസംഗിക്കുകയൊക്കെ ഉണ്ടായി. എന്നാലേ അവിടെ നടന്നിട്ടുള്ളത് ഒരു BJPയുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇത്തവണ അദ്ദേഹം വിജയിച്ചിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്തവണ 18,268 വോട്ടിനാണ് KNA ഖാദറെ CPMലെ NK അക്ബർ തോൽപ്പിച്ചിട്ടുള്ളത്, 18,268. കഴിഞ്ഞ തവണ നിവേദിതയായിരുന്നു, സുബ്രഹ്മണ്യനായിരുന്നു BJP കാൻഡിഡേറ്റ്, 25,490 വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത്. ഇത്തവണ എന്നാൽ ദിലീപ് നായർക്ക് BJP കാൻഡിഡേറ്റിൻ്റെ സപ്പോർട്ടോടെ നിന്ന ദിലീപ് നായർക്ക് 6,294 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് അങ്ങനെ വരുമ്പോൾ 19,196 വോട്ട് അവർക്ക് കുറവ് വന്നു. പ്ലസ് അവർക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു 10% വോട്ട് കൂടുതൽ കിട്ടേണ്ട കൂട്ടുമ്പോൾ 2,549 വോട്ടും കൂടെ കൂട്ടുമ്പോൾ 21,745 വോട്ടാണ് ഇത്തവണ ഗുരുവായൂരിൽ NK അക്ബറിന് അനുകൂലമായിട്ട്, അതായത് CPM കാൻഡിഡേറ്റിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 21,745 വോട്ട് CPMന് വേണ്ടി RSS മറച്ചു കുത്തിയപ്പോഴാണ് 18,268 വോട്ടിന് ഗുരുവായൂരിൽ വിജയിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഗുരുവായൂരിൽ വിജയിച്ചിട്ടുള്ള 18,268 വോട്ടിന് വിജയിക്കാൻ കാരണം 21,745 വോട്ട് BJPയുടെ വോട്ട് കിട്ടിയതുകൊണ്ടാണ്. ഇനി കയ്പമംഗലത്തേക്ക് പോകാം. കയ്പമംഗലം വളരെ ശ്രദ്ധേയമായ സ്ഥലമായിരുന്നു. അവിടെ ശോഭാ സുബിൻ എന്ന് പറയുന്ന നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു കോൺഗ്രസിൻ്റെ. ET ടൈസൺ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അവിടെ 22,698 വോട്ടിനാണ് ഇത്തവണ ET ടൈസൺ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വലിയൊരു വോട്ട് ശതമാനമാണ് ET ടൈസൺ അനുകൂലമായിട്ട് BJP ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2016 ഇവിടെ 30,041 ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എന്ന് പറയുന്ന BDJ സ്ഥാനാർത്ഥിക്ക് 30,041 വോട്ടാണ് കിട്ടിയിരുന്നത്. ഇത്തവണ അത് CD ശ്രീലാലിന് 9,066 വോട്ടേ കിട്ടിയുള്ളൂ. അതായത് 20,975 വോട്ട് BJPയുടെ വോട്ട് കുറഞ്ഞു എന്നർത്ഥം.
പ്ലസ് അവർക്ക് കിട്ടേണ്ടതായ ഒരു 10%, ഏകദേശം 10,000-12,000 വോട്ട് അധികം വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അവിടെ പോളിംഗ് കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 3,000 വോട്ട് അവരെ വോട്ട് അഡീഷണൽ കിട്ടുന്ന കൂട്ടുമ്പോൾ 23,979 വോട്ട്, അതായത് 24,000-ഓളം വോട്ടാണ് ഇത്തവണ BJP മറച്ചു കൊടുത്തിരിക്കുന്നതായിരിക്കും E.T. ടൈസന്. ആ വിധത്തിൽ E.T. ടൈസൺ 22,698 വോട്ടിനാണ് ജയിച്ചത്. അവിടെ 24,000-ഓളം വോട്ടാണ് RSS മറച്ചുള്ളത്. ഇത് നമ്മൾ 9ാമത്തെ നിയോജകമണ്ഡലമാണ് പറയുന്നത്, കയ്പമംഗലം. ഈ 10ാമത്തെ നിയോജകമണ്ഡലം പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഇപ്രാവശ്യത്തെ വ്യവസായ മന്ത്രിയാണ്, അതായത് P. രാജീവ് ജയിച്ചിട്ടുള്ളത് കൃത്യമായി BJPയുടെ RSSന്റെ കൃത്യമായ വോട്ടിംഗ് കൊണ്ടാണ്. അതായത് അവിടെ V. അബ്ദുൽ ഗഫൂർ ആയിരുന്നു, അതായത് നമ്മുടെ മന്ത്രിയായിരുന്ന എബ്രഹാം കുഞ്ഞിൻ്റെ മകനാണ്. അവിടെ കഴിഞ്ഞ തവണ 24,244 വോട്ട് V. ഗോപകുമാറിന് കിട്ടിയിരുന്നു. എന്നാൽ ഇത്തവണ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്ന ഗോപകുമാറിന് 24,244 വോട്ട് കിട്ടിയപ്പം ഇത്തവണ PS ജയരാജ് എന്ന് പറയുന്ന അവരുടെ കാൻഡിഡേറ്റിന് 11,179 വോട്ട്, അതായത് 13,065 വോട്ട് കുറഞ്ഞു. പ്ലസ് അവർക്ക് കിട്ടേണ്ട ഒരു മാന്യമായുള്ള 10% വോട്ട് വർധനവിൽ, മൊത്തം വർധനവിൽ 10% അവർ കഴിഞ്ഞ വർഷത്തെ കൂടെ കിട്ടേണ്ടതുണ്ട്. അത് കൂട്ടുമ്പോൾ 2,424 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഇത്തവണ അവർക്ക് കിട്ടണം. അതായത് മൊത്തം 15,489, 15,500-ഓളം വോട്ട് ഇത്തവണ BJP വോട്ട് ചെയ്തിരിക്കുന്നു രാജീവിന്. ദേശാഭിമാനി എഡിറ്ററായിരുന്ന അതേ ശക്തനായ മാർക്സിസ്റ്റ് നേതാവായ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം BJPയുടെ വോട്ടോടുകൂടി ഇപ്രാവശ്യം വിജയിക്കുമെന്ന് നമ്മൾ നേരത്തെ ഒരു സർവേയിൽ, നേരത്തെ ക്രൈം പുറത്തുവിട്ട വാർത്തയിൽ ഇലക്ഷന് മുമ്പേ റിസൾട്ട് വരുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ഈ കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ അവിടെ വിജയിച്ചിട്ടുള്ള കൃത്യമായിട്ട് അവിടെ BJPയുടെ വോട്ട് കൊണ്ട് അങ്ങനെ നേറോ മാർജിനാണ് ജയിച്ചത്. അതായത് 15,336 വോട്ടിനാണ് രാജീവ് വിജയിച്ചപ്പോൾ അവിടെ 15,500-ഓളം വോട്ട് BJPയുടെ വോട്ട് കൊണ്ടാണ് P. രാജീവൻ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെയാണ് കുന്നത്തുനാട് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണന്റെ മരുമകൻ അഡ്വക്കേറ്റ് PV ശ്രീനിജനാണ് അവിടുന്ന് വിജയിച്ചിട്ടുള്ളത്. 2,715 വോട്ടിനാണ് അവിടുന്ന് വിജയിച്ചിട്ടുള്ളത്. അവിടെ VP സജീന്ദ്രനായിരുന്നു പ്രധാനപ്പെട്ട എതിരാളി, കൂടാതെ 2020 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വോട്ട് BJPയുടെ വോട്ട് കൃത്യമായിട്ട് അവിടെ ശ്രീനിജന് പോയതുകൊണ്ട് മാത്രമാണ് അവിടെ വിജയിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി പറയാൻ പറ്റും. അവിടെ കഴിഞ്ഞ തവണ 16,459 വോട്ട് BJPക്ക് ഉണ്ടായി. തുറവൂർ സുരേഷ് ആയിരുന്നു മത്സരം 2016. ഇത്തവണ 2021 7,218 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതായത് കൃത്യമായി പറഞ്ഞാൽ 9,241 വോട്ട് കുറഞ്ഞു. പ്ലസ് 1,650 വോട്ട് ഒരു വർധനവ് കൂട്ടുമ്പോൾ 10,891 വോട്ട് അഡീഷണലായി കിട്ടണം. അവിടെ ശ്രീനിജൻ വിജയിച്ചിട്ടുള്ളത് 2,715 വോട്ടിനാണ്. അതായത് 10,900-ഓളം വോട്ടുകൾ BJP ശ്രീനിജന് വോട്ട് മറച്ചു കൊടുത്തതുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹം 2,715 വോട്ടിന് ജയിക്കാൻ കാരണം നടത്താം. അവിടെ നിശ്ചയമായും സജീന്ദ്രനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കുറേ വോട്ടുകൾ നമ്മുടെ 2020 പിടിച്ചിട്ടുണ്ടെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് ഇപ്രാവശ്യം ശ്രീനിജൻ കടന്നു കയറിയിരിക്കുന്നത് എന്നുള്ള 100% സത്യം. 12ാമത്തെ മണ്ഡലമാണ്. 11 മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 12ാമത്തെ മണ്ഡലമാണ് കോതമംഗലം. 12ാമത്തെ മണ്ഡലത്തിലാണ് ആന്റണി ജോൺ ആണ് CPM-ന്. അവിടെ അദ്ദേഹം വിജയിച്ചുള്ള 6,605 വോട്ടിനാണ് ഷിബു തെക്കുംപുറം എന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ നേതാവിനെ തോൽപ്പിച്ചത്. അവിടെ കഴിഞ്ഞ തവണ 12,926 വോട്ടാണ് കിട്ടിയിരുന്നത്. ഇത്തവണ എത്ര കിട്ടിയ അറിയാമോ? അതായത് അതിൻ്റെ 4 ഭാഗമേ കിട്ടിയിട്ടുള്ളൂ BJPക്ക്. 4,638 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അവിടെ നിന്നിരുന്ന PC തോമസിൻ്റെ ആ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ ഷൈൻ K. കൃഷ്ണൻ എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റാണ് നിന്നത്. അതായത് 8,288 വോട്ടാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് BJPക്ക്. ഇപ്രാവശ്യം അവർക്ക് അഡീഷണലായി കിട്ടേണ്ട ഒരു 1,300-ഓളം വോട്ടുകൾ കൂട്ടുമ്പോൾ 9,600-ഓളം വോട്ടുകളാണ് ഇത്തവണ ആന്റണി ജോൺ എന്ന് പറയുന്ന CPM കാൻഡിഡേറ്റിന് മറച്ചു കൊടുത്തിരിക്കുന്നത്. അതുവഴി അവിടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് 6,605 വോട്ടിനാണ് അവർ ജയിച്ചിട്ടുള്ളത് ആന്റണി ജോൺ. അപ്പോൾ അതിൽ കൂടുതൽ തന്നെ 9,000-ഓളം, ഏകദേശം 10,000-ഓളം വോട്ടുകൾ BJPയുടെ വോട്ട് കൊണ്ട് മാത്രമാണ്
നമ്മുടെ കോതമംഗലത്ത് CPM കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുള്ളത്. ഇനി ദേവികുളത്തെ 13ാമത്തെ സ്ഥലം എടുക്കാം, ദേവികുളം. അവിടെ രാജ CPM കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുള്ള 7848 വോട്ടിനാണ്. എന്നാൽ കഴിഞ്ഞ തവണ BJPക്ക് ഇവിടെ കിട്ടിയ എത്ര വോട്ടറിയോ? 11,613 വോട്ടാണ്. എസ് ഗണേശ് എന്ന് പറയുന്ന ഇത്തവണ മത്സരിച്ച് 2021 മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 4717 വോട്ടേ കിട്ടിയിട്ടുള്ള BJPയുടെ സഹായത്തോടെ നിന്ന സ്ഥാനാർത്ഥിക്ക്. കഴിഞ്ഞ വർഷം ADMK സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്നിരുന്നത്. അങ്ങനെ ആ കഴിഞ്ഞ വർഷത്തെ ഇതും കൂടെ ഇതാകുമ്പോൾ 6896 വോട്ടാണ് കുറവ്. പ്ലസ് അവർക്ക് കൂടുതലായി കിട്ടേണ്ട ഒരു 1160 വോട്ടും കൂടെ കൂട്ടുമ്പോൾ 8057, അതായത് 8100ഓളം വോട്ട് BJP ഇത്തവണ CPM കാൻഡിഡേറ്റ് രാജയ്ക്ക് ചെയ്തിരിക്കുന്നു. D കുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ രാജയ്ക്ക് ചെയ്ത് 7848 വോട്ടിന് ജയിക്കാൻ കാരണം അതാണ്. ഇതേപോലെ ഇടുക്കിയിലാണ് ഏറ്റവും വളരെ വിശേഷത. നമ്മുടെ റോഷി അഗസ്റ്റിൻ രക്ഷപ്പെട്ടത് BJPയുടെ വോട്ട് കൊണ്ടാണെന്ന് കൃത്യമായി കണക്ക് പറയുന്നു. അതായത് കഴിഞ്ഞ തവണ അവിടെ ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു ഇത്തവണ സ്ഥാനാർത്ഥി, ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ വിജയിക്കും, ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നുള്ള ഒരു ട്രെൻഡ് തന്നെ വന്നിരുന്നു. ഈ സമയത്താണ് BJP കൃത്യമായി വോട്ട് ചെയ്ത് അവിടെ വിജയിപ്പിച്ചിട്ടുള്ള റോഷി അഗസ്റ്റിനെ. അതായത് കഴിഞ്ഞ തവണ 27,403 വോട്ടാണ് ബിജു മാധവൻ എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ്, BDSJ കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ അഡ്വക്കേറ്റ് സംഗീത വിജയനാണ് നിന്നിട്ടുള്ളത്. അതായത് 2016 27,403 വോട്ട് കിട്ടിയ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ BJP സ്ഥാനാർത്ഥിക്ക് 2021 9,286 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതായത് ടോട്ടല് 18,117 വോട്ട് കുറഞ്ഞു. പ്ലസ് അവർക്ക് കിട്ടേണ്ടതായ ഒരു 10% വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 2740 വോട്ടും കൂടെ കൂട്ടുമ്പോൾ 21,000 വോട്ടുകളോളം ഇത്തവണ റോഷി അഗസ്റ്റിന് കൊടുത്തിട്ടാണ് റോഷി അഗസ്റ്റിൻ വെറും 5,573 വോട്ടിന് ജയിച്ചത്. ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്നുള്ള വലിയൊരു ട്രെൻഡ് ഉണ്ടായ സമയത്ത് അതിനെ അട്ടിമറിച്ചു കൊടുത്തത് BJP ആണ്. അതായത് 20,857 വോട്ട്, ഏകദേശം 21,000 വോട്ട് റോഷി അഗസ്റ്റിന് കൊടുത്തിട്ടാണ് ഇത്തവണ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ജയിക്കുമായിരുന്നില്ല. പീരുമേട് എടുക്കാം. പീരുമേട് വളരെ രസകരമാണ്. അവിടെ കുറഞ്ഞ വോട്ടിനാണ് CPI സ്ഥാനാർത്ഥി 1855 വോട്ടിനാണ് വാഴൂർ സോമൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതായത് വിജയിച്ചുള്ളത്. 15ാമത്തെ മണ്ഡലമാണ് ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റ് സിറിയക് തോമസ് എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. അവിടെ 100% വിജയിക്കും എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. എന്നാൽ BJP അവിടെ ശരിക്കും വോട്ട് മറച്ചു കൊടുത്തു. അതായത് കഴിഞ്ഞ തവണ 11,833 വോട്ടായിരുന്നു 2016 K കുമാർ എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റിന് കിട്ടിയിരുന്നത്. ഇത്തവണ അത് 7,126 വോട്ട് ശ്രീനഗരി രാജൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്നത് 7,126 വോട്ടാണ്. അതായത് 7,124 4,707 വോട്ടാണ് ഇത്തവണ കുറഞ്ഞത്. അതായത് 4,777 വോട്ടും പ്ലസ് അവർക്ക് കിട്ടേണ്ടതായ ഒരു 10% വർധനയും കൂട്ടുമ്പോൾ 5,900 വോട്ടുകളാണ് ഇത്തവണ BJP പീരുമേട്ടിൽ വാഴൂർ സോമൻ എന്ന് പറയുന്ന CPI കാൻഡിഡേറ്റ് മറച്ചു കൊടുത്തിരിക്കുന്നത്. അതുവഴി 1,835 വോട്ടിനാണ് അവിടെ CPI കാൻഡിഡേറ്റ് വിജയിച്ചുള്ളത്. ഇപ്പോൾ ഇത് 15ാമത്തെ നിയോജക മണ്ഡലമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പീരുമേട്. ഈ 16ാമത്തെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. അവിടെ ഒരു മന്ത്രിയാണ്, കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിണറായി വിജയൻ്റെ വലങ്കൈയാണ് VN വാസവൻ വിജയിച്ചിട്ടുള്ളത്. അവിടെ BJPയുടെ വോട്ട് കൊണ്ടാണ് എന്ന് വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ 7,500ഓളം വോട്ടുകൾ നമ്മുടെ ലളിത സുഭാഷ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് പ്രാവശ്യം VN വാസവൻ വിജയിച്ചു പോയത്. അവിടെ BJP ഇത്തവണ വിജയിച്ചിട്ടുള്ളത് 14,303 വോട്ടിനാണ് ഇത്തവണ വാസവൻ പ്രിൻസ് ലൂക്കോസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പിലെ ആളെ തോൽപ്പിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ BDJ സ്ഥാനാർത്ഥി 2016 27,540 വോട്ട് AG തങ്കപ്പൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിടിച്ചിരുന്നു. ഇത്തവണ BJPക്ക് കിട്ടിയിരിക്കുന്ന എത്ര 2021 പകുതി വോട്ടില്ല, 13,746 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 13,794 വോട്ട് കുറവ്. അതായത് 2,800ഓളം വോട്ട് അവർക്ക് അഡീഷണലായി കിട്ടേണ്ട വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ
16,600 വോട്ടുകൾ ഇത്തവണ BJP വാസവന് വോട്ട് കൊടുത്തിട്ടാണ് വാസവൻ ഏറ്റുമാനൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. അതായത് വാസവൻ വിജയിച്ചിട്ടുള്ളത് 14,303 വോട്ടിനാണെങ്കിൽ 17,000 വോട്ട് BJP വാസവന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം നന്ദി പറയേണ്ടത് BJPയോടാണ്. ഏറ്റുമാനൂരിൽ നിന്ന് കൃത്യമായി വിജയിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ലളിത സുഭാഷിന് കിട്ടിയ 7,500 വോട്ട് പ്ലസ് BJPയുടെ അതോട് 7,500 വോട്ട് കുറഞ്ഞതോടുകൂടി 14,303 വോട്ടിന് ജയിക്കാൻ കാരണം. ഈ BJP വോട്ട് 16,600 വോട്ടുകൾ BJP വാസവന് ചെയ്തോട് കൂടിയിട്ടാണ് അദ്ദേഹം 14,303 വോട്ടിന് രക്ഷപ്പെട്ടത്. എന്തായാലും വാസവൻ നന്ദി പറയേണ്ടത് BJPയോടാണ് എന്ന് പ്രത്യേകം പറയാം. ഇതേപോലെ തന്നെയാണ് ചങ്ങനാശ്ശേരി വളരെ വ്യക്തമാണ്. വോട്ടിൽ പാറ്റേൺ നോക്കുമ്പോൾ അവിടെ ഇത്തവണ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജയിച്ചത് 6,059 വോട്ടിനാണ്. VJ ലാലി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ആളെ തോൽപ്പിച്ചത്. അവിടെ കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പ് ലാലി വിജയിക്കുന്നുള്ള ട്രെൻഡ് ഉണ്ടായ സമയത്താണ് BJP കൃത്യമായിട്ട് വോട്ട് മറച്ചു കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ ശിവകുമാർ ആയിരുന്നു ഇവിടെ, രാധാകൃഷ്ണനായിരുന്നു ഇവിടെ 2016 മത്സരിച്ചിരുന്നത്. അദ്ദേഹം 21,455 വോട്ടാണ് പിടിച്ചിരുന്നത്. ഇവിടെ രാമൻ നായർ അതേപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയെങ്കിൽ 2021 ഇപ്പം 14,490, അതായത് 1/3 ഭാഗം വോട്ട് കുറഞ്ഞു. അതായത് 6,964 വോട്ടാണ് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത്. പ്ലസ് 2,100-2,200 വോട്ട് അവർക്ക് അഡീഷണലി 10% കിട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ 9,109 വോട്ട് ഇത്തവണ BJP കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മറച്ചു കൊടുത്തിട്ടാണ്, LDFന് കൊടുത്തിട്ടാണ് ഇത്തവണ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ജയിച്ചുള്ളത്. അതായത് 17ാമത്തെ സ്ഥലമാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ പൂഞ്ഞാറിലെ എടുക്കാം. പൂഞ്ഞാറിലെ നമ്മുടെ PC ജോർജ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ BJPയുടെ വോട്ടും കൂടി അദ്ദേഹത്തിന് കിട്ടുന്നു. എന്നാൽ അദ്ദേഹത്തിന് BJP വോട്ട് കൊടുത്തിട്ടില്ല. കാരണം BJPയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു, ഇത്തവണ LDFനെ എങ്ങനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് പൂഞ്ഞാർ. അവിടെ കൃത്യമായി ഏകദേശം 45,000 വോട്ടുകൾ, കൃത്യമായി 42,000-43,000 വോട്ടുകൾ PC ജോർജിന് സ്വന്തമായിട്ടുണ്ട്. ആ വോട്ടല്ലാതെ കൂടുതൽ ഒരു വോട്ട് പോലും ഇപ്പോഴാണ് PC ജോർജിന് കിട്ടിയില്ല. എന്നാൽ അവിടെ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി LDF കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി 58,668 വോട്ട് പിടിച്ചു. അതെങ്ങനെയാണ്? അവിടെയാണ് കളി. അതായത് കഴിഞ്ഞ തവണ BDJ സ്ഥാനാർത്ഥിയായ MR ഉല്ലാസ് പിടിച്ച് 2016 പിടിച്ചത് 19,966 വോട്ടാണ്. ഇത്തവണ എത്ര പിടിച്ചറിയാമോ? 2,965 വോട്ട് മാത്രമാണ്. അതായത് കൃത്യമായിട്ട് അവിടെ വോട്ട് മറച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 17,000 വോട്ട്. അവിടെ ഒരിക്കലും സെബാസ്റ്റ്യൻ കളത്തുങ്കൽ വിജയിക്കുമെന്ന് നമ്മൾ കണക്കൂട്ടിയതല്ല. എന്നാൽ 17,000 വോട്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു. പ്ലസ് വർധനവുണ്ടായിട്ടുള്ള വോട്ടുകളിൽ ഒരു 2,000 വോട്ട് BJP കൂട്ടിക്കൊടുത്താൽ ഏകദേശം 19,000 വോട്ടുകളാണ് ഇത്തവണ BJP സെബാസ്റ്റ്യൻ കളത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ ജയിച്ചുള്ള 16,817 വോട്ടിനാണ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. എന്നാൽ ഏകദേശം കൃത്യമായി 19,000 വോട്ടുകൾ BJP കൃത്യമായി സെബാസ്റ്റ്യൻ കളത്തുങ്കലിന് കൊടുത്തത് കൊണ്ടാണ് അവിടെ PC ജോർജിനെ തോൽപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ വിജയിക്കാൻ കാരണം. PC ജോർജ് കണക്കൂട്ടിയത് BJPയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു വോട്ട് കിട്ടിയില്ല. മാത്രമല്ല ആ വോട്ട് കൃത്യമായി സെബാസ്റ്റ്യൻ കളത്തുങ്കലിന് ചെയ്തതുകൊണ്ടാണ് അവിടെ വിജയിക്കാൻ കാരണം എന്ന് കൃത്യമായുള്ള കണക്കാണിത്. എന്തായാലും വളരെ RSS BJPയെ കൃത്യമായുള്ള UDFനെ തോൽപ്പിക്കണം എന്നുള്ള അജണ്ട കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു കേരളത്തിൽ. ഒരു സീറ്റ് പോലും വിടാതെ കൃത്യമായി അവർക്ക് ആ വോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 19ാമത്തെ സ്ഥലമാണ് ഞാൻ പറയുന്നത്, അരൂര്. ആലപ്പുഴ ജില്ലയിലെ അരൂര്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനായിരുന്നു ജയിച്ചിരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ. അവിടെ ഡലീമാസ് എന്ന് പറയുന്ന CPM കാൻഡിഡേറ്റ് ഇത്തവണ അവർക്ക് കിട്ടിയുള്ള 75,617 വോട്ടാണ്. ഷാനിമോൾ ഉസ്മാൻ 68,604 വോട്ട്, ഭൂരിപക്ഷം 7,013.
എന്നാൽ വളരെ വിചിത്രമായൊരു കാര്യം, അവിടെ BDJS കഴിഞ്ഞ തവണ 2016 പിടിച്ചത് എത്രയാണ് വോട്ട് അറിയാമോ? അനിയപ്പൻ എന്ന് പറയുന്ന ആള് പിടിച്ചിട്ടുള്ള 27,753 വോട്ടാണ്. അതേ അനിയപ്പൻ ഇത്തവണ നിന്നപ്പോൾ 17,479 വോട്ട്, അതായത് ഏകദേശം 10,274 വോട്ടാണ് അവർക്ക് കുറഞ്ഞത്. പ്ലസ് അവർക്ക് കിട്ടേണ്ട 2,700 2,800 വോട്ടും കൂടെ കൂട്ടുമ്പോൾ 13,000 വോട്ടുകളാണ് ഇത്തവണ കൂടുതലായി BJP കിട്ടേണ്ടത്. ആ വോട്ട് ഡലീമ കൊടുത്തിട്ടാണ് ഡലീമ പ്രാവശ്യം 7,013 വോട്ടിന് ജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതേ 19ാമത്തെ മണ്ഡലമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അരൂര്. 20ാമത്തെ മണ്ഡലമാണ് ചേർത്തല. നമ്മുടെ മന്ത്രി P പ്രസാദ് അവിടെ ജയിച്ചിട്ടുള്ളത് BJPയുടെ വോട്ട് കൊണ്ടാണെന്ന് കൃത്യമായി കണക്കാണ് നമുക്കുള്ളത്. അവിടെ ഇപ്രാവശ്യം പ്രസാദ് പിടിച്ചിട്ടുള്ള 83,702 വോട്ടാണ്. PS ശരത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് BJPയുടെ വോട്ട് മറച്ചു കൊടുക്കാൻ കാരണം. അവിടെ 77,554 വോട്ടാണ് ശരത്തിന് കിട്ടിയിട്ടുള്ളത്. 6,148 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് CPIക്കുള്ളത്. അവിടെ BDS സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ PS രാജീവ് മത്സരിച്ചപ്പോൾ അവിടെ കിട്ടിയ 19,614 വോട്ടാണ്. 19,614 വോട്ട്. എന്നാൽ ഇത്തവണ 2021 PS ജ്യോതിസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചത് CPM എന്ന് മാറി വന്ന് മത്സരിച്ച് 14,562 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയുള്ളത്. അതായത് പ്ലസ് അതിൽ 5,052 വോട്ട് കുറവ്, കഴിഞ്ഞ വർഷത്തേക്കാൾ BJP കുറവ്. ഇത്തവണ അവർക്ക് കിട്ടേണ്ട ഒരു 2,000 വോട്ടും കൂടി കൂട്ടുമ്പോൾ 7,100 വോട്ട് അവർക്ക് കൂടെ കിട്ടണം. അങ്ങനെ വരുമ്പോൾ 6,148 വോട്ടിനാണ് നമ്മുടെ P പ്രസാദ് കൃഷി മന്ത്രിയായ P പ്രസാദ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വിജയിക്കാൻ കാരണം 7,100ഓളം വോട്ട് BJP മറച്ചുമോ കൊടുത്തുകൊണ്ട് ആണ്. ഇപ്പോൾ 20ാമത്തെ മണ്ഡലമാണ് ചേർത്തല പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ള 21ാമത്തെ മണ്ഡലം വളരെ വ്യക്തമായി കുട്ടനാട്. തോമസ് ആയിരുന്നു NCP സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ കുട്ടനാട് മത്സരിച്ചത്. അവിടെ അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം ആയിരുന്നു. അവിടെ 5,516 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്, തോമസ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ കഴിഞ്ഞ തവണ 2014 സുഭാഷ് വാസുവിന് 33,044 വോട്ടാണ് BDJS സ്ഥാനാർത്ഥി കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിൻ്റെ പകുതി പോലും വോട്ട് കിട്ടിയില്ല. 14,936 വോട്ടാണ് തമ്പി മേട്ടുത്തറ എന്ന് പറയുന്ന BDS സ്ഥാനാർത്ഥി, അതായത് BJPയുടെ കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 18,108 വോട്ട് കുറവ്. കൂടാതെ അവർക്ക് കൂടുതലായി കിട്ടുന്ന 3,300 വോട്ടും കൂടി കൂട്ടുമ്പോൾ 21,412 400ഓളം വോട്ട് ഇത്തവണ തോമസിന് NCP സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം 5,516 വോട്ടിന് രക്ഷപ്പെട്ടത്. ഇത്തവണ അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഉറപ്പാക്കിയ ഒരു സ്ഥലമായിരുന്നു കുട്ടനാട്. എന്തുകൊണ്ട് കുട്ടനാടിലെ പ്രളയവും അവിടെ ഉണ്ടായ കർഷകരുടെ പ്രശ്നവും എല്ലാം ആളിക്കത്തിയൊരു സ്ഥലമായിരുന്നു. ആ ഒരു സ്ഥലത്താണ് ഈ BJP ഇത്തരത്തിൽ വോട്ട് ചെയ്ത് മറിച്ച് വോട്ട് കൊടുത്ത് തോമസിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. 21ാമത്തെ സ്ഥലമാണ് നമ്മളിപ്പോൾ പറഞ്ഞുള്ളത്. ഇനി 22ാമത്തെ സ്ഥലം വളരെ വളരെ രസകരമായൊരു സ്ഥലമാണ് കായംകുളം. പ്രതിഭ ഇപ്പോൾ നിയമസഭയിൽ പ്രസംഗിച്ചു, BJPക്കെതിരെ പ്രസംഗിച്ചു. CPM കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത് പലയിടത്തും വിജയിച്ചിട്ടുള്ളത് BJPയുടെ വോട്ട് കൊണ്ടാണെന്നൊക്കെ ഭയങ്കരമായിട്ട് അവർ അട്ടഹസിച്ച് പറയുന്നത് കേട്ടു. ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് അനുയായിയുണ്ട്, അത് അഡ്വക്കേറ്റ് പ്രതിഭയാണെന്ന് പറയാം. അവിടെ കഴിഞ്ഞ വർഷം 77,348 വോട്ടായിരുന്നു ഇത്തവണ പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ 71,050 വോട്ടാണ് ആരിത ബാബു എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത്. പ്രിയങ്ക സ്ഥാനാർത്ഥി അവരുടെ വീട് പോലും സന്ദർശിച്ചപ്പോൾ അവിടെ BJPക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന വോട്ട് കൂടി ആ ബൂത്തിൽ തന്നെ കൊടുത്ത് ആ ബൂത്തിൽ തന്നെ വോട്ട് ഭൂരിപക്ഷം മറിച്ച് LDFന് അനുകൂലമാക്കിയ ചരിത്രം എന്ന് വ്യക്തമായിട്ട് പറയാവുന്നതാണ്. അവിടെ 6,298 വോട്ടിനാണ് പ്രതിഭാ ബാബു ജയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ഇവിടെ 20,000 വോട്ടാണ് ഇവിടെ BJP കാൻഡിഡേറ്റിന് കിട്ടുന്നത്. ഇത്തവണ പ്രദീപ് ലാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് 2021 മത്സരിച്ച് 2016 20,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് ഈ പ്രാവശ്യം 11,413 വോട്ട് മാത്രമാണ് പ്രദീപ് ലാലിന് കിട്ടിയിട്ടുള്ളത്. അതായത് ഏകദേശം
587 വോട്ട് പ്ലസ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കൂടെ കിട്ടണം 2000 വോട്ടും കൂടി കിട്ടുമ്പോൾ ഏകദേശം 10,600 വോട്ടുകൾ BJP പ്രദീപയ്ക്ക്, അഡ്വക്കേറ്റ് യു പ്രദീപയ്ക്ക് വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് കായംകുളത്ത് വിജയിച്ചിട്ടുള്ളത്. പ്രതിഭ അതിനെ എന്തെല്ലാം തരത്തിലാണ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിഭയുടെ സ്വന്തം വോട്ട് ശക്തി കൊണ്ടാണ്, അവരുടെ വ്യക്തിപരമായ വോട്ട് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് അവർ അഹങ്കരിച്ച് പിണറായി വിജയനെ പോലെ കള്ളം പറഞ്ഞ് എല്ലാവരും പറ്റിക്കുന്ന രൂപം വളരെ വ്യക്തമായി അവർ നിയമസഭയിൽ കാണിച്ചു. 22ാമത്തെ സ്ഥലമാണ് പറഞ്ഞ് 23ാം സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല. അവിടെ മാത്യു ടി തോമസ് ആണ് ഇത്തവണ ജയിച്ചിട്ടുള്ളത്. അദ്ദേഹം ജയിച്ചിട്ടുള്ളത് 11,421 വോട്ടിനാണ്. അതായത് അവിടെ കുഞ്ഞുകോശി പോൾ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെയാണ് തോൽപ്പിച്ചുള്ളത്. അവിടെ കഴിഞ്ഞ തവണ 31,439 വോട്ടാണ് അക്കീരമൺ കാളിദാസൻ ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ 2016. 2021 ഇത്തവണ അശോകൻ കുളനട എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് 22,674 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതായത് 8,765 വോട്ടാണ് കുറവ്. കൂടാതെ അദ്ദേഹത്തിന് കൂടുതലായി കിട്ടേണ്ട ഒരു 3,200 വോട്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 12,000 വോട്ടാണ് ഇത്തവണ BJPയുടെ വോട്ട് കൃത്യമായി മാത്യു ടി തോമസിന് ചെയ്തിട്ടുള്ളത്. മാത്യു ടി തോമസ് വിജയിച്ചതാകട്ടെ 11,421 വോട്ടിനാണ്. അതേസമയത്ത് BJP 12,000 വോട്ട് മറച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ മാത്യു ടി തോമസ് നിയമസഭ കാണുമായിരുന്നില്ല. 23ാമത്തെ സ്ഥലമാണ് പറഞ്ഞ്. ഇനി നമുക്ക് റാന്നിയിലേക്ക് കിടക്കാം. റാന്നി എന്ന് പറയുന്ന 24ാമത്തെ മണ്ഡലമാണ് നമ്മൾ പറയുന്നത്. RSSൻ്റെ സഹായത്തോടുകൂടി CPM വിജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ LDF വിജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 24ാമത്തെ മണ്ഡലം റാന്നിയിൽ പ്രമോദ് നാരായണൻ ആണ് ഇപ്രാവശ്യം വിജയിച്ചിട്ടുള്ളത്. വിജയിച്ച എത്ര വോട്ടിനറിയോ? റിങ്കു ചെറിയാൻ അവിടെ വിജയിക്കുന്ന വളരെ വ്യക്തമായൊരു പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണം അട്ടിമറിച്ചത് അവിടെ BJP ആണ്. അതായത് 2,713 വോട്ടിനാണ് ഇപ്രാവശ്യം റിങ്കു ചെറിയാൻ പ്രമോദ് നാരായണൻ തോൽപ്പിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രമോദ് നാരായണൻ. അവിടെ പത്മകുമാർ കഴിഞ്ഞ തവണ 2016 പത്മകുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് 2 തവണയാണ് മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2016 28,201 വോട്ടാണ് കിട്ടിയത് പത്മകുമാറിന്. എന്നാൽ ഇത്തവണ 19,043 വോട്ടാണ് 2021 കിട്ടിയിട്ടുള്ളത്. അതായത് 9,158 പ്ലസ് അവർക്ക് കിട്ടേണ്ടതായ ഒരു അഡീഷണൽ വർധനവ് എന്ന് പറയുന്നത് 2,820 വോട്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 12,000 വോട്ടാണ് ഇത്തവണ BJP കൃത്യമായി പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റും കൂടെ BJPയുടെ സഹായത്തോടെ നേടിയിട്ടുണ്ട്. 2 സീറ്റായി BJPയുടെ സീന് ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയിൽ തിരുവല്ല, റാന്നി, ഇനിയിപ്പോൾ അടുത്ത് അടൂർ കൃത്യമായി അവിടെ വിജയിച്ചിട്ടുള്ളത് ചിറ്റയം ഗോപകുമാർ വിജയിച്ചിട്ടുള്ളത് 2,470 വോട്ടിനാണ്. അവിടെ MG കണ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ശക്തനായ ആളായിരുന്നു. അദ്ദേഹം ചിറ്റയം ഗോപകുമാറിനെ തോൽപ്പിക്കും എന്നുള്ള കൃത്യമായ കണക്കൂട്ടലുണ്ടായിരുന്നു. അത് അട്ടിമറിച്ചിട്ടുള്ളത് BJP ആണ്. കഴിഞ്ഞ തവണ BJPക്ക് ഇവിടെ 2016 P സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് 25,940 വോട്ട് കിട്ടിയിരുന്നു. എന്നാൽ ഇത്തവണ പന്തളം സുധാകരൻ്റെ ബ്രദർ രാജിവെച്ച് പന്തളം പ്രതാപൻ ഇത്തവണ മത്സരിച്ചപ്പോൾ 23,299 വോട്ടേ കുറഞ്ഞു. അതായത് 2,641 വോട്ട് കുറഞ്ഞു. പ്ലസ് അഡീഷണലായി BJP കിട്ടേണ്ട 2,600 വോട്ട് കൂടി കിട്ടുമ്പോൾ ഏകദേശം 5,000 വോട്ടാണ് ഇത്തവണ BJP RSS CPI സ്ഥാനാർത്ഥിയെ ചിറ്റയം ഗോപകുമാറിന് കൊടുത്തിട്ടുള്ളത്. അതുവഴിയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ നന്ദി പറയേണ്ടത് RSSനോടാണ്. ഇനി 26ാമത്തെ സീറ്റ് ഒരു സിനിമാ നടനാണ് വിജയിച്ചിട്ടുള്ളത്. സിനിമാ നടൻ എല്ലാവർക്കും അറിയാവുന്നതാണ് മുകേഷ്. കൊല്ലത്ത് നിന്ന് ഇത്തവണ ബിന്ദു കൃഷ്ണ വിജയിക്കുന്ന എല്ലാതരം പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. 2,072 വോട്ടിനാണ് മുകേഷ് അവിടെ നിന്ന് ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചുള്ളത്. ഇവിടെ നടന്ന അട്ടിമറി വളരെ കൃത്യമായിട്ട് BJPയുടെ വോട്ടാണ്ടാണ് ഇവിടെ മുകേഷ് ജയിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി കണക്കുകൊണ്ട് പറയാൻ പറ്റും. കഴിഞ്ഞ തവണ ശശികുമാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് 17,450 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 2020 ഇത്തവണ സുനിൽ M എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കാകട്ടെ കുറഞ്ഞത്
3157 വോട്ട് കുറഞ്ഞത് 14,252 വോട്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് അഡീഷണലി കിട്ടേണ്ട ഒരു 1740 വോട്ട് കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 4900 വോട്ടാണ് മുകേഷിന് അനുകൂലമായി കിട്ടിയിട്ടുള്ളത്. 26 മണ്ഡലങ്ങളെ കാര്യം പറഞ്ഞു. 27ാമത്തെ മണ്ഡലം ആണ് ഞാൻ പറയാൻ പോണത്. ഇത് വേറൊരു പ്രമുഖ സ്ഥാനാർത്ഥി അവിടെ തോറ്റുപോയത്. കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ തോൽക്കാൻ കാരണം BJP കൃത്യമായി LDF സ്ഥാനാർത്ഥി സ്റ്റീഫന് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ പറ്റും. ഇത്തവണ സ്റ്റീഫൻ വിജയ് തോൽപ്പിച്ചുള്ള അരുവിക്കര 27ാമത്തെ മണ്ഡലം, അതായത് RSSന്റെ സഹായത്തോടുകൂടി 27 മണ്ഡലങ്ങളാണ് CPMന് അനുകൂലമായിട്ട് ഇത്തവണ സീറ്റ് കിട്ടിയിട്ടുള്ളത്. KS ശബരിനാഥൻ എന്ന് പറയുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് കാർത്തികേയൻ്റെ മകൻ അഡ്വക്കേറ്റ് സ്റ്റീഫനോട് തോറ്റത് 5056 വോട്ട്. എന്നാൽ അവിടെ കഴിഞ്ഞ തവണ 20,294 വോട്ടാണ് രാജസേന എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ അവിടെ വോട്ട് കിട്ടിയ എത്ര അറിയോ? 15,379 വോട്ടാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അതായത് BJP കുറഞ്ഞത് 4,915 വോട്ടാണെങ്കിൽ പ്ലസ് അവർക്ക് കിട്ടുന്ന 2,100 വോട്ട് കൂടെ കൂട്ടുമ്പോൾ 7,000 വോട്ടാണ് ഇത്തവണ അരുവിക്കരയിൽ കൃത്യമായിട്ട് BJP RSS പ്ലാൻ ചെയ്ത് അഡ്വക്കേറ്റ് സ്റ്റീഫന് മറച്ചു കൊടുത്തിരിക്കുന്നത്. അതുവഴിയാണ് ഇത്തവണ അരുവിക്കരയിൽ വിജയിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ തന്ത്രം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതിൽ ഏറ്റവും അവരുടെ ആവശ്യം കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ 27 മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ. അതായത് 99 സീറ്റുള്ള CPMന് LDFന് കൃത്യമായി പറഞ്ഞാൽ 27 സീറ്റുകളിൽ RSSന്റെ സഹായം കൊണ്ട് മാത്രമാണ് 27 സീറ്റുകൾ കരസ്ഥമാക്കാൻ പറ്റിയത്. ആ 27 സീറ്റ് കുറയുമ്പോൾ 72 സീറ്റിൽ എന്നാലും ഭൂരിപക്ഷത്തോടെ LDF വിജയിക്കുമായിരുന്നു. പക്ഷേ 99 സീറ്റുകൾ കിട്ടിയതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഇവിടെ സ്വന്തം അധികാരം ഏതു വിധത്തിലും ദുരുപയോഗം ചെയ്ത് ഭരിക്കുമെന്നുള്ള സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നതിന് ഉത്തരവാദി BJP ആണ്. എന്തായാലും RSSന്റെ തന്ത്രം വിജയിച്ചുവോ ഇല്ലേ എന്നുള്ളത് ഒരു തരത്തിൽ അവർ വിജയിച്ചു എന്ന് 99% പറയാം. RSSന്റെ തന്ത്രം ഇത്തവണ CPM നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി വിജയിക്കുക എന്നുള്ളതും കോൺഗ്രസ് തകരുക എന്നുള്ളതാണ്. എന്നാലും ഇവിടെ കോൺഗ്രസ് തകർന്നോ BJP തകർന്നോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം. എന്തായാലും 27 സീറ്റുകളിൽ കൃത്യമായിട്ട് LDF BJPയുടെ സഹായം കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ആ 27 സീറ്റുകളുടെ വോട്ടുകളുടെ കണക്കാണ് ഞാൻ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്ക് പ്രകാരം വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വിശദീകരിച്ചുള്ളത്. ഇതൊരു പഠന റിപ്പോർട്ടാണ്. ഇതെല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ലീഗുകാരാണെങ്കിലും പഠിക്കേണ്ട ഒരു പഠന റിപ്പോർട്ടാണ്. 27 സീറ്റ് ഇത്തവണ കോൺഗ്രസ് തോൽക്കാൻ കാരണം അല്ലെങ്കിൽ UDF തോൽക്കാൻ കാരണം BJPയുടെ വോട്ടാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. ആ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് പ്രത്യേകം മനസ്സിലാക്കുക. ഏതൊക്കെ സീറ്റുകളിൽ CPM വിജയിച്ചിട്ടുണ്ടോ അവിടെ എത്രമാത്രം വോട്ട് BJPയുടെ വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? അത് ഏകദേശം 27ഓളം സീറ്റുകളിൽ തന്നെ 23ഓളം സീറ്റുകളിൽ തന്നെ CPM വിജയിച്ചിട്ടുള്ളത് കൃത്യമായി അവർ വിജയിച്ചുള്ള ഭൂരിപക്ഷത്തിൽ വലിയ ഒരു ഭൂരിപക്ഷം BJPയുടെ വോട്ടാണ്. അവരെ BJPയുടെ വോട്ട് കൊണ്ട് കൂടി മാത്രമല്ല വിജയിച്ചിട്ടുള്ളത്, അല്ലാതെയുമുള്ള വോട്ട് കൊണ്ടാണ് CPM ഇടതുപക്ഷ മുന്നണി വിജയിച്ചിട്ടുള്ളതെന്ന് കാണാം. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. അതിനു മുമ്പായി നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗം തുടർച്ചയായി കാണണം. ആദ്യ ഭാഗം കാണണം, രണ്ടാം ഭാഗം കാണണം. ഇത് 4-5 ഭാഗമുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താതിരിക്കരുത്. നന്ദി, നമസ്കാരം.